നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ദേവേനെയും വസുന്ധര മുത്തശ്ശിയൊക്കെ നയനയെ കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നയനയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ദേവേനി നയനയോട് ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അന്വേഷണമൊക്കെ എവിടം വരെ എത്തിയെന്ന്. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അന്വേഷണമൊക്കെ അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാമേ, ഈ പറയുന്ന എൻ ജ്വല്ലറിക്ക് പിന്നില് ആരോ ഒരാളുണ്ട്. ശരിക്കും എൻ ജ്വല്ലറിയുടെ MD ഡേവിഡ് ഒന്നും അല്ല, അയാൾക്ക് പിന്നിൽ ആരോ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ആദർശേട്ടന് ഉറപ്പിച്ചു പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, കാണും മോളെ, ഇപ്പൊ ഒരുത്തം പോയിട്ടുണ്ടല്ലോ എൻ ജ്വല്ലറിയിലേക്ക്. അബി അവനോട് എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറില്ല. പോരാത്തന് നവ്യ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. നവ്യ അബിയും കൂടെ ഒരുമിച്ച് ഇന്ന് എൻ ജ്വല്ലറിക്ക് പോയേക്കുന്നത് മാനേജർ ആവാനായിട്ട് അവൻ പോയിരിക്കുമെന്ന് പറഞ്ഞു. ദേവേന പറഞ്ഞു, ചില സമയത്തുണ്ടല്ലോ എനിക്ക് എന്തേലുമൊക്കെ വിളിച്ചു പറയാനായിട്ട് തോന്നും. അല്ല ഇനിയിപ്പൊ അവളോട് പറഞ്ഞാലും അവൾ വിശ്വസിക്കത്തില്ല. എന്നാലും തെളിവ് സഹിതം കാണിക്കുവാണെങ്കിൽ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച മട്ടില്ല ഞാനെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, വേണ്ടമ്മേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നെങ്കിലും ഒരിക്കല് നവ്യേച്ചി സത്യങ്ങളൊക്കെ തിരിച്ചറിയും. പിന്നെ സത്യങ്ങളൊക്കെ താമസിച്ചറിയുന്ന നല്ലത്. നവ്യേച്ചിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേച്ചി അബീനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് അബിയും നവ്യൊക്കെ എഹൻ ജ്വല്ലറിലായിരുന്നു. അപ്പം മാളവികയും കൂടെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡേവിഡ്. അങ്ങനെ അവര് മൂന്നുപേരും നിന്ന് സംസാരിക്കുകയാണ്. അപ്പം അബിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പിന്നീട് മാളവികയെ കുറിച്ചും, ഇതാണ് മാളവിക, മെയിൻ ഡിസൈനർ ആണ്. അറിയാലോ, മാളവിക വന്നതിന് ശേഷം നമ്മുടെ ജ്വല്ലറിക്ക് ഒരു പുതിയ ഓർഡർ കൈവന്നിട്ടുണ്ട്. മാളവിക കളക്ഷൻസ് ഫേമസ് ആയിക്കൊണ്ടിരിക്കുക. അബി പറഞ്ഞു, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സാറേന്ന് പറഞ്ഞു. പിന്നെ അബിക്ക് അറിയാലോ, അബിയെ കുറിച്ചുള്ള സർവ്വ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇനി അബി വേണം ഇവിടെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട്. അറിയാലോ, നൂറ്റാണ്ടുകളായിട്ട് പാരമ്പര്യമുള്ള ജ്വല്ലറിയാണ് മൂർത്തി ജ്വല്ലറി. പക്ഷെ അവയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് ഇപ്പൊ എൻ ജ്വല്ലറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അധികം വൈകാതെ മൂർത്തി ജ്വല്ലറി കോപ്പ് കുത്താനായിട്ട് പോവുക. പിന്നെ അബിക്കറിയാലോ, അബിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടാലേന്ന് ചോദിച്ചു. അബി പറഞ്ഞു, അതെ സാറേ, അങ്ങനെയുള്ള സാഹചര്യത്തില് അബിക്ക് ഒരു ജനറൽ മാനേജർ വരെ ആകാൻ സാധിക്കും. ഈ എൻ ജ്വല്ലറി നിൽക്കുവാണെങ്കിൽ അബിയുടെ കഴിവിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അബിയെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ച്. പോരാത്തതിന് നവ്യയുടെ റെക്കമെൻഡേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം നവ്യയെ സന്തോഷത്തോടു കൂടിയിട്ട് ഡേവിഡ് നോക്കിയത് ചിരിക്കുകയാണ്. ആ സമയത്ത് അഭി പറഞ്ഞു, സാറേ എന്ത് സഹായം വേണം ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു. അതെ വേണം. അറിയാലോ, ഇനിയിപ്പം മൂർത്തി ജ്വല്ലറി ഉയർന്നു വരാനൊന്നും പോകുന്നില്ല. മൂർത്തി ജ്വല്ലറി തകർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അബി അത് എൻ ജ്വല്ലറിയുടെ കസലിരുന്ന് ആ കാഴ്ച കാണാം. അത് ഞങ്ങളുടെയും കൂടെ ഒരു ആഗ്രഹമെന്ന് പറഞ്ഞു. അബിക്ക് സന്തോഷം കൊണ്ടൊന്ന് തുള്ളിച്ചാടാൻ തോന്നി. ഇത്രയ്ക്കൊന്നും അബി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മാളവിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇയാൾ എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണ് പറയുന്നത്. വെറും ഒരു മാനേജർ ആണെങ്കിൽ ഇത്ര ബിൽഡപ്പ് കൊടുത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷെ അതല്ല, ഇതിന്റെ മറവിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചീഞ്ഞാറുന്നുണ്ട്. അതെന്തായാലും അറിയത്തില്ല. പകുതി മറച്ചു വെച്ചിട്ടാണ് ഇയാളെ സംസാരിക്കുന്നത്. അതെന്താന്ന് കണ്ടെത്തുവാണെങ്കിൽ എൻ ജ്വല്ലറിയുടെ ശത്രു ആരാന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. എന്ത് കാരണം കൊണ്ടാണ് അയാള് എൻ ജ്വല്ലറി അല്ല മൂർത്തി ജ്വല്ലറിയുടെ ശത്രു ആരെന്ന് കണ്ടെത്താൻ സാധിക്കും. എന്തുകൊണ്ടാണ് അവര് മൂർത്തി ജ്വല്ലറി ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ സാധിക്കും എന്നൊക്കെ ഒരു ചിന്ത മാളവികയുടെ മനസ്സിലുണ്ട്. പിന്നീട് നാഗേന്ദ്രനെ കാണാനായിട്ട് അവന്തിക ചെല്ലുന്നുണ്ട്. അവന്തിക ചെന്ന് നാഗേന്ദ്രനോട് സംസാരിക്കുന്ന സമയത്ത് നാഗേന്ദ്രൻ പറഞ്ഞു, മോളെ എങ്ങനെയാ അവിടുത്തെ കാര്യങ്ങളൊക്കെ? അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, എന്താവാനാ, ഇന്ന് ആ നവി എന്ന് പറയുന്നവള് അബിയേട്ടനെ വിളിച്ചോണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ലേ മോളെ. അബിക്ക് നല്ല ഗംഭീര സ്വീകരണം തന്നെ അവിടെ കിട്ടിയിരിക്കുന്നേ. അബി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാണത്തില്ല. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, അച്ഛാ അതൊക്കെ കാര്യം ശരി തന്നെ. പക്ഷെ അബിയേട്ടന്റെ സ്വഭാവം അറിയാലോ. എനിക്ക് അതൊക്കെ അറിയാം മോളെ. ഒന്നുമല്ലല്ലോ, അവൻ എന്റെ മോനല്ലേ. അതുകൊണ്ട് അവനെ കമ്പനിയുടെ MD ആക്കും ഞാൻ. അത് അധികം വൈകാതെ തന്നെ MD ആക്കും. ഈ സമയത്ത് അവധി പറഞ്ഞ് എന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ അവിടെ ആണെങ്കിൽ എങ്ങനെ ഓരോ ദിവസം പിടിച്ചേക്കണമെന്ന് എനിക്ക് പോലും അറിയില്ല. എത്രമാത്രം കള്ളത്തരം പറയുന്നുണ്ടെന്നറിയോ? കള്ളത്തരത്തിന് മീതെ കള്ളത്തരം പറഞ്ഞുകൊണ്ടാ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര നാളിങ്ങനെ നാടൻ കളിച്ചവിടെ തുടരുമെന്ന് പോലും അറിയില്ല. പിടിക്കപ്പെട്ടാല് പിന്നെ എനിക്ക് അവിടുന്ന് പുറത്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. മൂർത്തി മുത്തച്ഛന്റെ കാര്യങ്ങളൊക്കെ അച്ഛനറിയാവുന്നല്ലേന്ന് ചോദിച്ചു. നാഗേന്ദ്രൻ പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാം മോളെ. അതൊന്നും ഓർത്ത് നീ വിഷമിക്കുമൊന്നും വേണ്ട. ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അവർക്ക് നിന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. നീ ധൈര്യമായിട്ടിരിക്കുക, ഞാനല്ലേ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അതേ സമയത്ത്
ഭയങ്കര സന്തോഷത്തിലായിരുന്നു അഭി. കാരണം അഭി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. ഇങ്ങനെ ഒരു പൊസിഷൻ കിട്ടും, അത് മാത്രമല്ല തനിക്ക് ഇത്ര പരിഗണന ഏൺ ജ്വല്ലറി കിട്ടുമെന്നുള്ളത്, അതിന് മാത്രം എന്ത് നല്ല കാര്യം താൻ ചെയ്തേ. തന്നെ ഇപ്പോഴുള്ള ഫ്രോഡിനെ ഇവിടെ ഇവര് പിടിച്ചിരുത്തണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം കാണുമല്ലോ. ഇനിയിപ്പോ മൂർത്തി ജ്വല്ലറി ഒറ്റ കൊടുക്കാനാണെന്നും അറിയത്തില്ല എന്നൊക്കെയുള്ള ചിന്ത അബിയുടെ മനസ്സിലുണ്ടായി. ഈ സമയത്ത് മാളവിക ആദർശിനെ വിളിക്കുന്നുണ്ട്. ആദർശിനെ വിളിച്ച് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് ഇനിയിപ്പോൾ ആദർശ് പറഞ്ഞു ഓക്കെ ശരി ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയാണ്. മാളവിക്കറിയാം ഈ പറയുന്ന നബിയെ റെക്കമെൻഡ് ചെയ്തിട്ടല്ല ജോലി കിട്ടിയിരിക്കുന്ന അബിക്ക് അവിടെ. അതിന് പിന്നിൽ വേറെന്തോ വലിയൊരു രഹസ്യമുണ്ട്. ഒന്നെങ്കിൽ അബി ഇയാളെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മറ്റെന്തോ ഒരു കാര്യമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ നബി വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനയും അവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നബീനെ കണ്ടു കഴിഞ്ഞപ്പം ചോദിച്ചു മോളെ എന്തായി, അവനെ മാനേജർ കസാലിൽ ഇരുന്നോന്ന് ചോദിച്ചു. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അമ്മേ, അത് കണ്ടിട്ടാ ഞാൻ പോന്നിരിക്കുന്നേ. എന്ത് നല്ല സ്വീകരണമെന്നറിയാവോ അബിക്ക് അവിടെ കൊടുത്തിരിക്കുന്നേ. ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു അമ്മേ. എല്ലാവരും ക്ഷണിച്ചല്ലേ, എന്നിട്ട് വരാതിരുന്നല്ലേന്ന് ചോദിച്ചു. അത് പിന്നെ മോളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് മുത്തശ്ശിക്ക് നല്ല ദേഷ്യവും സങ്കടമായി. മുത്തശ്ശി പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം, അവനെ കുറിച്ചും അവന്റെ പൊങ്ങച്ചു വളർത്താനൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ശൈലജ പറഞ്ഞു അതെന്താ അമ്മേ, അവനോ ഈ വീട്ടിലെ അംഗമല്ലേന്ന് ചോദിച്ചു. വീട്ടിലെ അംഗം അങ്ങനെ എന്തേലും ആയിരുന്നെങ്കിൽ അവൻ ഇപ്പൊ ഇത് പണി ചെയ്യുമായിരുന്നോ? ഒരിക്കലും ഇല്ല. അവൻ പോയിരിക്കുന്ന എങ്ങോട്ടാ? മൂർത്തി ജ്വല്ലറിയുടെ ശത്രുക്കളുടെ അടുത്തേക്കല്ലേ, അവിടെ പോയല്ലേ ജോലി ചെയ്യുന്നേ. ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞാക്ക അവന്റെ സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടാവാനൊന്നും പോകുന്നില്ല എന്നൊക്കെ മുത്തശ്ശി ദേഷ്യത്തോടെ പറയാണ്. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അനി വീട്ടിലേക്ക് വരുവാണ്. അനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ ഇങ്ങോട്ട് അറിഞ്ഞു. ദേവേന എന്നിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് അനി പറഞ്ഞു എന്ത് ചെയ്യാനാ വല്യമ്മ, പഴയതുപോലെ ഒന്നും അല്ല. മൂർത്തി ജ്വല്ലറിയിലാണെങ്കിൽ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ എല്ലാരും ഏൺ ജ്വല്ലറിക്ക് കയറുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ദേവേന പറഞ്ഞു സാരമില്ലട മോനെ, കുറച്ച് നാളായിട്ട് അത് അങ്ങനെ തന്നെയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജാനി പറഞ്ഞു എന്റെ മോൻ കേറാൻ കാത്തിരുന്ന് കഷ്ടകാലം വരാനായിട്ട്. അവൻ MD കസേര കയറി ഇരുന്നപ്പോ തന്നെ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാനെന്ന് പറ. അപ്പോഴേക്കും അനി പറഞ്ഞു നിന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മേ, അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശി വന്നിട്ട് കാര്യങ്ങൾ തിരക്ക് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി പറഞ്ഞു അല്ലമ്മേ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മൂർത്തി ജ്വല്ലറി തകരുമെന്നാണ് അനി പറയണത്. അത് കേട്ടപ്പോൾ മുത്തശ്ശിക്കും ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോഴേക്ക് ദേവേനി പറഞ്ഞു അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്താലോ. എന്താ മോളെ, എന്താ കാര്യം എന്നൊക്കെ മുത്തശ്ശി ചോദിക്കണം. അത് ആദർശം കൂടെ കമ്പനിയിലേക്ക് കയറുവാണെങ്കിലേ, കാരണം ആദർശം കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ബലമാണല്ലോ. ഇപ്പൊ തനിച്ചിലവൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. അപ്പൊ ആദർശം കൂടെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നേ. അതൊരു നല്ല കാര്യമില്ലെന്ന് ചോദിച്ചു. മുത്തശ്ശി പറഞ്ഞു അത് നല്ല കാര്യമാണ്. അപ്പോഴാണ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നേ. അതിനാരും മഞ്ഞു കൊള്ളണ്ട, അങ്ങനെയൊന്നും നടക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അവനിവിടുന്ന് ഇറങ്ങിപ്പോയവനാ, എന്നിട്ട് അവനെ ഞാൻ വീണ്ടും കമ്പനിയിലേക്ക് വെക്കണമല്ലേ? അത് ഈ ജന്മത്തിനുണ്ടാകാനായിട്ട് പോകുന്നില്ല. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേന് പറഞ്ഞു അച്ഛൻ ഞാൻ പറഞ്ഞ് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. എങ്ങനെയാണെങ്കിലും ശരി, അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാനല്ലേ, വീണ്ടും അതിന് അവനെ ഈ വീട്ടിലേക്ക് തിരികെ കയറ്റുന്നേ. അതിന്റെ ആവശ്യമുണ്ടോ? പുകഞ്ഞ ഉള്ളി പുറത്തെന്ന് പറഞ്ഞ കണക്ക് കമ്പനിയെ തകർക്കാൻ ശ്രമിക്കുന്നവൻ അവിടെ തന്നെ നിന്നാ മതി, ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നും പറഞ്ഞിട്ട് കുറെ ചീത്ത പറഞ്ഞിട്ട് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് പോയി. ഇത് കേട്ടോണ്ടാണ് ജലജ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആ വീട്ടിൽ വേറെ ആരെങ്കിലും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ജലജയ്ക്ക് ഭയങ്കര സന്തോഷവും. പ്രത്യേകിച്ച് മൂർത്തി മുത്തശ്ശൻ പറയുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടായി വന്നുകൊണ്ടാണല്ലോ പറയുന്നത് എന്നൊക്കെ ചിന്തയാണ് ജലജയുടെ മനസ്സിലുണ്ടായിരുന്നേ. തന്റെ മോനിട്ട് പണി കൊടുക്കാൻ നോക്കിയാൽ ഈ വീട്ടിലുള്ള എല്ലാരും, അപ്പൊ ഇവർക്കിട്ട് നല്ല ഇടിപെട്ട് പണി തന്നെ കിട്ടണമല്ലോ. തന്റെ മോനെ ഇനി മിക്കവാറും ജനറൽ മാനേജറാവും. അപ്പൊ അനിയൊക്കെ ജോലിയും കൂലിയും ഇല്ലാതെ തേരാപ്പറയിലൂടെ തിണ്ടി നടക്കും എന്നൊക്കെയായിരുന്നു ജലജയുടെ മനസ്സിലെ വിചാരം. പക്ഷെ വരാൻ പോകുന്ന ദുരന്തത്തെ കുറിച്ചൊന്നും അവർക്കറിയില്ലല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.